ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറിവേൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഈവനിങ് സ്നാക്ക് ഐറ്റം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് 1.5 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാൽ കേട്ടോ. നമുക്ക് 1 കപ്പ് പാൽ ആദ്യം ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഇതിലേക്ക് നമുക്കിനി വേണ്ടത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് കൊണ്ടുവരണം. കണ്ട ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഭയങ്കര തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലെടുക്കുക. 1 കപ്പിലാണെങ്കിൽ പകുതി പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനോട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. കണ്ട നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. കുറച്ചും തിക്കുണ്ട്, കുറച്ചുകൂടി ലൂസ് വേണം കേട്ടോ. ഇത്ര തിക്ക് പാടില്ല. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, 1 കപ്പ് പകുതി പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സിയുടെ ജാറെടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റാവും കേട്ടോ. കണ്ട ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ മിക്സിയുടെ ജാറ് വേഗം കഴുകണേ, അല്ലെങ്കിൽ പിന്നെ ഉണങ്ങിയാൽ നമുക്ക് കുറേ സമയം എടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെജിറ്റബിൾ എടുക്കാം. തക്കാളിയുടെ കുരുവൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ കട്ടിയുള്ള ഭാഗം മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് സൈഡിലേക്ക് മാറ്റിക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച് സവോള ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. തക്കാളിയും പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. മുന്നണ ആവശ്യമില്ല കേട്ടോ, പകുതി ചെറിയൊരു കഷ്ണം മതിയേ. കണ്ട ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക.
മീറ്റ് മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. 1/4 ടീസ്പൂൺ കട്ട് കുറവ് കേട്ടോ, കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വാടി വരും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ മാവിലുണ്ട് ഒരു കയ്യിൽ മാവ് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു സൈഡിലേക്ക്. അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്ക് ദോശയുടെ പോലത്തെ ഉണ്ടാക്കിയെടുക്കാം. നല്ല നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇത് നമുക്ക് എല്ലാ ദോശ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കണേ. ഈ അളവിൽ ഒക്കെ ഒരു 10 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു നുള്ളിൽ മുളക് പൊടിയും, ഒരു നുള്ളിൽ മഞ്ഞൾ, പിന്നെ വേണ്ടത് ഉപ്പും കുറച്ച് കുരുമുളകും, ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അതിനുശേഷം നമുക്ക് ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ 4 മുട്ട നമുക്ക് നടുവിലേക്ക് കട്ട് ചെയ്തത് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ട, ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഇഷ്ടമാണ് 2 സൈഡ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് കളർ മാറി കിട്ടും. പിന്നെ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ദോശ എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കുക. ഒരു മുട്ട എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്ററില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 4 സൈഡ് കേട്ടോ. കണ്ട, ഇങ്ങനെയൊന്ന് വെച്ചെടുക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കണ്ട, എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. കണ്ട, നല്ല നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് പൊട്ടാതെ വരും കേട്ടോ. കണ്ട, 1 സ്പൂണ് മസാല എടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ നേരത്തെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഓയിൽ കേട്ടോ, അത് നമുക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. കണ്ട, ഇങ്ങനെ നമുക്ക് ചൂടാക്കി എടുത്താൽ മതി. ശാലോ ഫ്രൈ ചെയ്താൽ മതി. ഇനി നമ്മൾ 2 മുട്ടില്ലാത്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, അത് അറ്റുന്നു കേട്ടോ.
കണ്ട ഇത്രയുള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് തന്നെ. കണ്ട അടിപൊളി സ്നാക്കല്ലേ, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടേ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെയുണ്ടെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.